കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് രണ്ടാം ടേം 4 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. മൂന്നാം തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരാവുന്ന രാഷ്ട്രീയ അന്തരീക്ഷമാണെന്ന് കേരളത്തിലുള്ളത്. ഗവൺമെന്റിന്റെ 4ാം വാർഷികം വളരെ സമുചിതമായി ആഘോഷിക്കാൻ ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ടുണ്ട്. ഗവൺമെന്റിന്റെ എല്ലാ തീരുമാനങ്ങളും വിജയിപ്പിക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുകയുണ്ടായി. ഇന്നലെ ചേർന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് അധ്യക്ഷം വഹിച്ചത്. മുന്നണിയിലെ എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ജനങ്ങളെ വിപുലമായി അണിനിരത്താൻ അവസരം കൊടുക്കുന്ന വിവിധ തലങ്ങളിലുള്ള പരിപാടികളാണ് ഗവൺമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ പരിപാടികളെല്ലാം വിജയിപ്പിക്കുന്നതിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഈ 4ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ കേരളത്തിലെ 14 ജില്ലകളിലും ജില്ല കേന്ദ്രീകരിച്ചുള്ള ബഹുജന റാലികൾ സംഘടിപ്പിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ബഹുജന റാലികൾ കാസർഗോഡ് ഏപ്രിൽ 21, ഇതിൻ്റെ കോപ്പി നിങ്ങൾക്ക് തരുന്നുണ്ട് തീയതിയുടെ. കാസർഗോഡ് ഏപ്രിൽ 21, വയനാട് ഏപ്രിൽ 22, പത്തനംതിട്ട ഏപ്രിൽ 24, ഇടുക്കി ഏപ്രിൽ 28, കോട്ടയം ഏപ്രിൽ 29, പാലക്കാട് മെയ് 5, ആലപ്പുഴ മെയ് 6, എറണാകുളം മെയ് 7, കണ്ണൂർ മെയ് 10, മലപ്പുറം മെയ് 12, കോഴിക്കോട് മെയ് 13, തൃശ്ശൂർ മെയ് 14, കൊല്ലം മെയ് 22, തിരുവനന്തപുരം മെയ് 23. ഈ തീയതികളിലാണ് ബഹുജന റാലി സംഘടിപ്പിക്കുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത്. ഈ റാലികളിലെല്ലാം എല്ലാ റാലികളിലും കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പങ്കെടുക്കുന്നുണ്ട്. മുന്നണിയിലെ എല്ലാ പാർട്ടികളുടെയും സംസ്ഥാനതല നേതാക്കൾ ഈ റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. റാലി വൻ വിജയമാക്കുന്ന പരിപാടികളെക്കുറിച്ച് ആലോചിക്കാൻ എല്ലാ ജില്ലാ തലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നതിനും പരിപാടികൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചന നടത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ശുചിത്വത്തിൻ്റെ പ്രശ്നമാണ്. കേരളം സമ്പൂർണ്ണ ശുചിത്വമായി പ്രഖ്യാപിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ടുണ്ട്. ഏപ്രിൽ 9 ഇതിൻ്റെ സംസ്ഥാനതല പ്രഖ്യാപനം നടക്കുകയാണ്. അതിനു മുമ്പായി പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തും. ഈ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ തന്നെ ഈ ശുചിത്വ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ മാർച്ച് മാസം അവസാനം വാർഡ് തലം വരെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരെ അണിനിരത്തുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ വാർഡ് തലം വരെയുള്ള പ്രവർത്തനങ്ങളിൽ പ്രായോഗികമായി ഇടപെട്ട് കേരളത്തെ പൂർണ്ണ ശുചിത്വത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ ഇപ്പോൾ
സ്വീകരിച്ചിട്ടുള്ളത്. സർക്കാരിൻ്റെ മറ്റ് പരിപാടികളുടെ ഭാഗമായി വിവിധ തലങ്ങളിൽ 6 സംസ്ഥാനതല യോഗങ്ങൾ പ്രത്യേകമായി വിളിച്ചു ചേർക്കുന്നതിന് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനങ്ങളും വിജയകരമായി സംഘടിപ്പിക്കുന്നതിന് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിലേക്ക് തുടർച്ചയായി എത്താൻ പോകുന്നു എന്നുള്ള സ്ഥിതി വരുമ്പോൾ ഈ ഗവൺമെൻറ്റിനെതിരായി എല്ലാ തലത്തിലും ഗവൺമെൻറ്റിനെ ആക്രമിക്കുക എന്ന രീതിയിൽ ഗവൺമെൻറ്റിനെതിരായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അത്തരം നീക്കങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്നും ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമ നടപടികൾ, വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി ജനങ്ങളിൽ വലിയ തോതിലുള്ള പ്രചാരവേല സംഘടിപ്പിക്കുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണത്തിന് സഹായകരമായ നിലയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുക. ആ നിലയിൽ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ ആ നിലയിൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള തീരുമാനവും ഇന്നലെ ചേർന്ന യോഗം സ്വീകരിച്ചിട്ടുണ്ട്. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൻ്റെ തീരുമാനങ്ങൾ എന്നുള്ള നിലയിൽ പൊതുവെ പറയാനുള്ളത്.